പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോ ഷാർജയിലാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഷാർജയിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ച് അതിഭീകരമായി കരയുന്നത് കേട്ടുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഞാൻ ഉറക്കം എഴുന്നേറ്റത്. അവളുടെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരഞ്ഞത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൾ കരഞ്ഞത്. 2 മാസം മുന്നേ ഈ വ്യക്തിയുടെ തന്നെ അച്ഛനും മരിച്ചു പോവുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായിട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് ക്വാളിഫൈഡ് ആയ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ ജോലി അന്വേഷിച്ച് വന്നതാണ്. അവർക്ക് ശരിയായ രീതിയിലുള്ള ഒരു ജോലി ലഭിക്കാതിരിക്കുകയും ജോലി ലഭിച്ച സ്ഥലത്ത് നിന്ന് പ്രത്യേകിച്ച് മലയാളികൾ തന്നെ വളരെ മോശമായിട്ട് പെരുമാറുകയും ജോലി ചെയ്യിപ്പിച്ച് ശമ്പളം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്ത സാഹചര്യം ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട് ഇവിടെ. ഇന്ന് അവള് വിളിക്കുമ്പോ കുറെ നാട്ടിൽ നിന്നുള്ള വിളികൾക്കും നാട്ടിൽ നിന്നുള്ള അന്വേഷണങ്ങൾക്കൊന്നും സത്യം പറഞ്ഞാൽ അവള് മറുപടി കൊടുക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലം. കാരണം അവൾക്ക് ജോലിയില്ല, നാട്ടിൽ കുറച്ച് കടങ്ങളുണ്ട്. അപ്പൊ ആ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ തീരുമാനിച്ചത്. പക്ഷെ ഇവിടെ വന്നപ്പോഴും അവളെ നിരന്തരം വേട്ടയാടിയത് ഒരുപാട് പ്രശ്നങ്ങളാണ്. വിസിറ്റിംഗ് വിസയിൽ നിന്ന് ജോലിയിലെ വിസയിലേക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. വിസിറ്റിംഗ് വിസ തന്നെ ഒരുപാട് പ്രാവശ്യം നേരം വൈകിട്ട് ഫൈനോട് കൂടി ഇരിക്കുകയാണ്. അതായത് സ്വന്തം അച്ഛനും അമ്മയും മരിച്ചിട്ട് നാട്ടിൽ പോകാൻ പറ്റാത്തൊരു സാഹചര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനുണ്ടായി എന്നുള്ളത് എന്നെയും വിഷമിപ്പിക്കുന്ന ഒന്നാണ്. പലപ്പോഴും ഒരുപാട് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും വിസിറ്റിംഗ് വിസ എടുത്ത് ഇവിടെ ജോബ് അന്വേഷിച്ച് ഇവിടെ വരാറുണ്ട്, ജോലിക്ക് വരാറുണ്ട്, ജോലിക്ക് ശ്രമിക്കാറുണ്ട്. പലപ്പോഴും പല ആളുകളും, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ തന്നെ, നമ്മൾ മലയാളികളെ ചൂഷണം ചെയ്യുകയും പറ്റിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള ക്രൂരത ചെയ്തുകൊണ്ട് മനുഷ്യരെ ഇങ്ങനെ വേട്ടയാടുന്നത് എന്ന് മനുഷ്യത്വമില്ലാത്ത മനുഷ്യരോട് ഞാൻ ചോദിച്ചു പോവുകയാണ്. കാരണം അവളുടെ കരച്ചിൽ എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പോയിട്ടില്ല. ഞാൻ എൻ്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കുറേ ദിവസമായി. അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ വീട്ടുകാരുടെ വിചാരം ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിട്ടും ജോലി കിട്ടിയിട്ടും ഞാനൊന്നും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊക്കെ രീതിയിലാണ് അവൾ സംസാരിച്ചത്. നമ്മളിവിടെ കഷ്ടപ്പെടുമ്പോൾ, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം പണ്ടും ഇന്നും എപ്പോഴും നമ്മളിവിടെ കഷ്ടപ്പെടുന്നുണ്ട് എന്ന് നമ്മൾ നാട്ടിലുള്ളവരെ അറിയിക്കാറില്ല. എന്നാൽ നാട്ടിലുള്ളവരോ ഗൾഫിലേക്ക് അങ്ങ് വന്നു കഴിഞ്ഞാൽ അവരിവിടെ പണം പറിക്കുകയാണ് എന്ന വിചാരത്താൽ എപ്പോഴും ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. വിളിക്കാത്തത് എന്താണ് എന്നോ അല്ലെങ്കിൽ അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എന്നോ നമ്മൾ ആരെങ്കിലും പ്രവാസികളായ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളോട് ചോദിക്കാറുണ്ടോ? നമ്മുടെ ആവശ്യങ്ങളും നമ്മൾക്ക് പണം വേണമെന്നും അവരുടെ കല്യാണം ഉണ്ടെന്നും മകളുടെ കല്യാണം ഉണ്ടെന്നും നിരന്തരം ഇങ്ങനെ പറയുകയല്ലാതെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിന് ജോലി ഇതുവരെ ശരിയായില്ല, പക്ഷെ അവള് വീട്ടിൽ നിന്ന് ജോലി ശരിയായി എന്ന് പറഞ്ഞ് ഇവിടെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. എത്രയോ ദിവസം നമ്മുടെ മലയാളികളായ ആളുകൾ, ആണും പെണ്ണും ഒക്കെ ഒരുപാട് ചൂഷണം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ജോലി ചെയ്ത് ശമ്പളം കൊടുക്കാതിരുന്നിട്ടുണ്ട്. വളരെ കഷ്ടമായ കാര്യമാണ്. അപ്പോൾ പ്രവാസികളാണെങ്കിലും ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് പണം പറിക്കുന്ന ഒരു സംവിധാനവും ഇല്ല. ഇവിടെ ജോലി കിട്ടണമെങ്കിൽ ഒരുപാട് പ്രയാസമുണ്ട്. ഇനി വിസിറ്റിംഗ് വിസ എടുത്ത് ഇങ്ങോട്ട് വരുന്നവർ വളരെ സുരക്ഷിതമായ രീതിയിൽ വരാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം പെൺകുട്ടികളൊക്കെ എഡ്യൂക്കേഷൻ കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ ജോലി കിട്ടുമെന്നുള്ളത് തെറ്റായ ധാരണയാണ്. ഇവിടെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് നമ്മൾ വരുള്ളൂ. അപ്പൊ പെൺകുട്ടികളൊക്കെ ഇവിടെ വന്ന് എന്താ പറയാ, കിടക്കാൻ ബെഡ് സ്പേസിന് പോലും ചൂഷണം ചെയ്യപ്പെടുന്ന കുട്ടികൾ നമ്മുടെ ഇവിടെ ഉണ്ട് എന്നുള്ള സത്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നാട്ടിലുള്ള ആൾക്കാരോട് പറയാനുള്ളത്, ഇങ്ങനെ ജോലി അന്വേഷിച്ച് വരുന്നവര് ഇവിടെ വന്ന ഉടനെ അവർക്ക് ജോലി കിട്ടുകയും അവർ ശമ്പളം വാങ്ങുകയും ഇവിടെ ദൂർത്തടിച്ച് ജീവിക്കുകയല്ല ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവർ വീഡിയോസ് ഇടുകയും പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവും. അതൊന്നും അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിട്ടല്ല, അവരെ എങ്ങനെയെങ്കിലും കുറച്ച് സമയങ്ങളിൽ സന്തോഷിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ആരാണ് മനസ്സിലാക്കുക? എനിക്ക് ഇത്രേ പറയാനുള്ളൂ. പ്രവാസത്തിൽ ഏർപ്പെടുമ്പോഴേക്കും ഇവിടുന്ന് സ്വർണവും പണവും ഒക്കെ പറിച്ചുകൊണ്ട് നാട്ടിലേക്ക് പോവാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ല. കഷ്ടപ്പെടണം. ജോലി കിട്ടണമെങ്കിൽ തന്നെ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ജോലി കിട്ടിയാൽ തന്നെ പറ്റിക്കപ്പെടുന്ന ആളുകളുണ്ട്. അതാണായാലും പെണ്ണായാലും വ്യത്യാസമൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു.